ഹലോ മല്ലു ഫാമിലി. കുറേ ദിവസമായിട്ട് എനിക്കിങ്ങനെ കമൻസ് വരുന്നുണ്ടായിരുന്നു. എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇപ്പോഴാണ് പോയി നോക്കിയത്. ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ അയാൾ ഇട്ടിട്ടുണ്ട് മല്ലു ഫാമിലിയുടെ. ഇതിന് മുമ്പ് ഇതേപോലെ ഒരു പേക്കൂത്ത് അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ട് അത് ഒഴിവാക്കിയതാണ്. ബേസിക്കലി എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു യൂട്യൂബർ ആയിരുന്നു വെച്ചത് ആ പയ്യൻ തന്നെയാണെന്ന് പറയാം. കാരണവുമുണ്ട്. അത് അയാളുടെ തന്നെ ഒരു പേഴ്സണൽ ചോയ്സാണ്. താൻ എന്ത് കാണിക്കണം, താൻ എന്ത് പൊതുസമൂഹത്തിനോട് കൊടുക്കണം എന്നുള്ളത് അയാളുടെ ചോയ്സാണ്. അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് അധികാരങ്ങളോ അവകാശങ്ങളോ ഒന്നുമില്ല. നമുക്കങ്ങനെ ഒരു അഭിപ്രായം പോലും പറയാനുള്ള ഇതില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ കൂടെ ഒരു കാര്യം പറയാം. സ്വന്തം ഭാര്യയ്ക്ക് അവിഹിതമുണ്ടെന്നൊരു ഒരു തംനെയിൽ കൊടുത്തിട്ട് നമ്മളത് ഈഗോളി എന്താണെന്ന് അറിയാൻ വേണ്ടി ചാടി അങ്ങ് കയറും. സ്വാഭാവികമായിട്ടും ഈ പറയുന്ന മലയാളികളുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവൻ്റെ പ്രശ്നങ്ങൾ അറിയാൻ വളരെ ഉത്സാഹമാണ്. അത് മറ്റൊരു സൈക്കോളജിയാണ്. അതായത് നമുക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ട്, മറ്റുള്ളവരൊക്കെ സേഫ് ആണ് എന്നുള്ളത് ഒരു ഉൾക്കുത്താണ് പലർക്കും. അതേസമയം മറ്റുള്ളവർക്കും പ്രശ്നമുണ്ട് എങ്കിൽ നമുക്കും ഒരു സമാധാനം എന്നൊരു ടൈം മിക്ക മലയാളികൾക്കുമുണ്ട്. ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ വീട്ടിൽ കറണ്ട് പോയാൽ നമ്മൾ കട്ടൻ മാറ്റി അടുത്ത വീട്ടിൽ നോക്കും. അവിടെയും കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സമാധാനമായിട്ടിരിക്കും. കാരണം എല്ലാവർക്കും പോയതാണല്ലോ എന്നുള്ള ടൈമിൽ. അതേസമയം നമുക്ക് കറണ്ട് പോയാൽ അതിന് വേണ്ടിയിട്ട് എന്ത് ആക്ഷൻ എടുക്കണമെന്ന് പോലും നമ്മൾ ചിന്തിക്കത്തില്ല. അപ്പുറത്ത് പോയി പിന്നെ നമുക്കും പോയി, പിന്നെ അത് നമ്മുടെ ഉത്തരവാദിത്വം അല്ലാത്ത ഒരു രീതിയിൽ പോകുന്നുണ്ട്. അപ്പം അതുപോലുള്ളൊരു വിശ്വാസമാണ് ആളുകൾക്ക് ഈ ഒരു ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ഭയങ്കര ആകാംക്ഷ തോന്നാനുള്ള ഒരിത്. ഇപ്പോൾ വെറുതെ അല്ല ഭാര്യ ഒരു പ്രോഗ്രാം നടത്തിയപ്പോൾ എല്ലാവരും വളരെ കൗതുകത്തോട് പോയി നോക്കിയതിൻ്റെ റീസണും ഇതൊക്കെ തന്നെയാണ്. നമ്മളുടെ വീട്ടിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണോ അവിടെ നടക്കുന്നത്, അല്ലയോ എന്തെങ്കിലും വ്യത്യസ്തതയുണ്ടോ? ഈ ഒരു ക്യൂരിയോസിറ്റിയാണ് മനുഷ്യരെ കൂടുതലായിട്ട് അവരെ വ്യൂവർ ആക്കിയത്. മാത്രമല്ല ആദ്യ കാലഘട്ടങ്ങളിൽ അവരുടെ സബ്ജക്റ്റ് ഒക്കെ തന്നെ അവരുടെ ദാരിദ്ര്യമായിരുന്നു. അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ പ്രോബ്ലംസ് ഇതൊക്കെ തന്നെ പറഞ്ഞ് ഇതിൽ കൂടുതൽ സിമ്പതി കിട്ടി വീട്ടമ്മമാർ, പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാതിരിക്കുന്ന വീട്ടമ്മമാരുണ്ടല്ലോ, അവരാണ് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഇരകൾ. അവർ പോയി വീഴുകയും അവരിവരെ കുറച്ച് മുൻപോട്ട് കൊണ്ടുവരികയും ചെയ്തു. അവരുടെ വ്യൂ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മാസീവാണ്. ഇതെന്താ അതിനകത്ത് കടക്കണമെന്ന് പറഞ്ഞാൽ കൊച്ചിനെ കുളിപ്പിക്കുന്നു, എടുക്കുന്നു, നടക്കുന്നു, കൊച്ചിൻ്റെ അപ്പി വാരി, ഇതൊക്കെ തന്നെയാണ് അവരുടെ കണ്ടന്റ് ഒക്കെ ആയിട്ടുള്ളത്. സോ അതൊക്കെ ഞാൻ പറഞ്ഞില്ല, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. എന്താണ് അവർ കണ്ടന്റ് ആക്കണമെന്നത് അവരുടെ പേഴ്സണൽ ചോയ്സാണ്. കാണാൻ പോയി ഇരിക്കുന്നവർക്കാണ് ഭ്രാന്ത് എന്ന് ഞാൻ പറയും. ഇപ്പോൾ പ്രസന്റ്ലി നടന്ന ഒരു കാര്യം, അതായത് കുറച്ച് മുമ്പ് നടന്ന ഒരു കാര്യം, വൈഫിന് അവിഹിതമുണ്ടെന്നും അവളെ വിട്ടുകളയുകയാണെന്നുള്ള രീതിയിൽ ഒരു പ്രചരണം നടത്തിയിട്ട് വൈഫിനെ വീട്ടിൽ നിർത്തിക്കൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടതായിട്ട് കാണിക്കുകയും ചുറ്റുമുള്ളവർ നാട്ടുകാരും ഒക്കെ അവൾ വീട്ടിലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്ത് വളരെയധികം അലിഗേഷൻസിലും ഒരുപാട് യൂട്യൂബേഴ്സ് ആ ഒരു വിഷയം എടുത്തു വെച്ച് പറയും, ഇവരുടെ കള്ളത്തരം പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നു. വെറൈറ്റി മീഡിയയിൽ ഇപ്പോൾ ബിഗ് ബോസിലുള്ള പൂജ ഇവരെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം പോലും പൂജയിൽ നിന്ന് ഇങ്ങനെയൊരു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനെയൊരു മാറ്റം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. മറ്റുള്ളവരോട് സമീപിക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾക്ക് ചോദിക്കാനുള്ള ചോദ്യം വളരെ ആപ്റ്റായി പൂജ ഇവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും മലർത്തി അടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇവരെ ഉരിച്ച് അങ്ങ് വിട്ടു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് നിങ്ങൾ ഈ കാണിച്ചതൊക്കെ മോശമല്ലേ, നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് നിങ്ങൾ അപമാനിക്കുകയല്ലേ എന്ന്. എന്തിനും ഒരു എത്തിക്സ് ഉണ്ടാകണം. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും എന്ത് തൊഴിലാണെങ്കിലും അതിനൊരു എത്തിക്സ് കീപ്പ് ചെയ്യണമെന്നുള്ളതാണ്. ആ എത്തിക്സിൽ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ മല്ലു ഫാമിലി എന്ന് കാണിച്ചത്. ഒരുപാട് പേര് അതിന് റിലേറ്റഡ് ആയിട്ടുള്ളത് കൊണ്ടാണ് പേര് മാറി വരുന്നത്. സോ അങ്ങനെ കാണിച്ചത് തീർച്ചയായിട്ടും മോശപ്പെട്ട ഒരു സംവിധാനം തന്നെയാണ്. അതിനെ അയാൾ മാപ്പ് വേണ്ടത് പൊതുസമൂഹത്തിനോട് മാപ്പ് പറയുകയാണ് വേണ്ടത്. അതേസമയം അവർ ആ കാണിച്ച ഒരു ബുദ്ധി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭാര്യയ്ക്ക് ഒരു ചാനൽ തുടങ്ങണം. അപ്പോൾ ഭാര്യയ്ക്ക് കൂടുതൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടാൻ വേണ്ടിയിട്ട് അവർ കണ്ടെത്തിയ ഒരു മാർഗമായിരുന്നു അത്. സബ്സ്ക്രിപ്ഷൻ കൂടാൻ വേണ്ടിയിട്ട് അവർ കണ്ടെത്തിയ ഒരു ഉപാധിയാണ്. അവർക്ക് അവിഹിതമുണ്ടെന്നും അവർ തമ്മിൽ സെപ്പറേറ്റഡ് ആയെന്നും പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പെണ്ണിന് കൂടുതൽ സപ്പോർട്ട് പോകും. ഇപ്പോൾ ഇവിടെ ഒരുപാട് ഡിവോഴ്സ് ആയ പെണ്ണുങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് പോകുന്നത് നിങ്ങൾ കാണല്ലോ. മഞ്ജു വാര്യരൊക്കെ എക്സാമ്പിളാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതി അവരത് വേറൊരു ബിസിനസ് തന്ത്രമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിലേക്ക് അത് ഡെവലപ്പ് ആക്കി കൊണ്ടുവന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും മലയാളികൾക്ക് പൊട്ടത്തരമുണ്ടെന്നുള്ള തെളിവാണ് മല്ലു ഫാമിലിയുടെ ചാനലും അതിനകത്തുള്ള സബ്സ്ക്രൈബേഴ്സും. 100% ഉറപ്പിക്കാം അത്രത്തോളം മണ്ടന്മാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. അത് സബ്സ്ക്രൈബ് ചെയ്യാനും മാത്രം നിലവാര താഴ്ച മലയാളിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അയാൾ ജയിച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. വിഷയത്തിലേക്ക് വരാം. വിഷു കൈനീട്ടം തരാമെന്ന് പറഞ്ഞ് QR കോഡ് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവർ പബ്ലിഷ് ചെയ്തു ഇത്രേ. അത് ചെയ്ത ശേഷം ആ സാധനം അവർ കട്ട് ചെയ്ത് കളഞ്ഞു. രണ്ടാമത് ആര് പൈസ ഇട്ടാലും അവർക്ക് തിരിച്ച് അതിൻ്റെ ഇരട്ടി പണം കൊടുക്കും എന്ന് പറഞ്ഞ് വീണ്ടും ഒരു പോസ്റ്റ് കൂടെ ഇട്ടെന്ന്. ആദ്യം പൈസയ്ക്ക് ഇങ്ങനെ ഒരു QR കോഡ് കാണിച്ചപ്പോൾ ആരും പൈസ ഇട്ട് കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്.
ഇപ്പോൾ ഒരു 14 hours ബിഫോറും കണ്ട് പുള്ളി വീണ്ടും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പറയുന്നത്, ഞാൻ രണ്ടാമത് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടില്ല, ആദ്യത്തെ പോസ്റ്റ് തന്നെയാണ് അവിടെ കിടക്കുന്നത്. ആ പോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ആരൊക്കെ പൈസ ഇട്ട് തന്നോ അവർക്കൊക്കെ ഞാൻ ഡബിളായി തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ കള്ളം വെളിവാണ്. എന്തിനങ്ങനെ ഒരു പോസ്റ്റ് ഇടണം? ഒരുപാട് പേര് ഇട്ടിട്ടുണ്ടെന്ന്, അത് ശരിയാണ്. പലരും അങ്ങനെ പല രീതിയിലൊക്കെ ജീവിക്കുന്നുണ്ട്. അതുപോലെ ഇയാൾ ജീവിക്കുമോ? ഒരുപാട് പേര് അങ്ങനെ പല കള്ളങ്ങളും കുറ്റകൃത്യങ്ങളും ചെയ്യുന്നതുകൊണ്ട് നീയും അതൊക്കെ ചെയ്യുമോ? സത്യം പറഞ്ഞാൽ അത് കേസ് എടുക്കേണ്ട ഒരു കാര്യമാണ്. എമൗണ്ട് 500 ആണ് എന്നുള്ളത് കൊണ്ടായിരിക്കും മിക്കവർക്കും അത് കേസുപരമായിട്ട് പോകാൻ താല്പര്യമുണ്ടാകില്ല. വീട്ടിലറിയാതെ വീട്ടമ്മമാർക്ക് വീട്ടു ചെലവിന് കൊടുത്ത പണം ഇരട്ടിച്ച് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഇട്ട് കൊടുത്തതാണ് മിക്ക വീട്ടമ്മമാരും പറ്റി നിൽക്കുന്നത്. ഒരുപാട് പെൺകുട്ടികളുടെ വോയിസ് ഉണ്ട് തെളിവായിട്ട്. അവർ ക്യാഷ് ഇട്ട് കൊടുത്ത് അവർക്ക് തിരിച്ച് ക്യാഷ് കിട്ടിയിട്ടില്ല, വീട്ടിലറിഞ്ഞ പ്രശ്നമാണ്, എങ്ങനെയെങ്കിലും എൻ്റെ പൈസ തിരിച്ചു തരണമെന്നൊക്കെ പെൺകുട്ടികൾ കരഞ്ഞ് പറയുന്ന കുറേയധികം വോയിസുകളുണ്ട്. സോ ഈ ഒരു വിഷയത്തിൽ ഇയാൾ വീണ്ടും ഇരുന്നുകൊണ്ട് കള്ളം പറയുന്നു, അതിന് വ്യൂവും പോകുന്നുണ്ട്. ഇനിയും മണ്ടന്മാരാകുന്ന നിങ്ങളെ വേണം തല്ലാൻ. ഇനിയും അവൻ നിങ്ങളെ പറ്റിക്കുകയും ഇനിയും അവൻ ഇതുപോലെ പോക്രത്തരങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നിരന്തരമായി അവന് വ്യൂ കൊടുക്കുകയും അവനെ പോയി കാണാനും ഇരിക്കുന്നത് കൊണ്ടാണ് അവൻ വീണ്ടും ഈ ക്രിമിനൽ വാസന കാണിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ ഒരു QR കോഡ് അവൻ ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്തിനാണ് അങ്ങനെ ഒരു പണം? ഒരാൾ ചുമ്മാ കുറച്ച് പൈസ തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ വേണമോ? അങ്ങനെ നിങ്ങൾ ഈസി മണിക്ക് പോയിട്ടില്ല, നിങ്ങൾക്ക് ആ പൈസ നഷ്ടപ്പെട്ടു പോയത് പോയി. ഇനി അത് തിരിച്ച് കിട്ടണമെന്നുള്ളതാണ് എൻ്റെ ഒരു വാദം. തീർച്ചയായിട്ടും തെറ്റായ ഒരു നടപടി തന്നെയാണ്. സമൂഹത്തിൽ ഏറ്റവും വലിയ സാമൂഹിക വിരുദ്ധ പ്രവർത്തനം തന്നെയാണത്. അതൊക്കെ അംഗീകരിച്ചു. പക്ഷേ ഈ ഇത്തരത്തിൽ പൈസ കൊണ്ട് കൊടുക്കാൻ നിൽക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ പണം പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രത്യേകിച്ച് അവരുടെ ഡാറ്റ കളഞ്ഞ് അവരുടെ സമയം നഷ്ടപ്പെടുത്തി അതിനകത്തുനിന്ന് നിങ്ങൾക്ക് എന്താ കാണാനുള്ളത്? ഒറ്റപ്പെടുത്തുകയും അവോയ്ഡ് ചെയ്യുകയുമാണ് വേണ്ടത് ഇത്തരക്കാർ. പൊതുസമൂഹത്തിൽ അവനൊക്കെ കൊടുക്കുന്ന വാല്യൂവിൽ നിന്ന് അവന് മനസ്സിലാക്കണം ഇത്തരക്കാർക്ക് പൊതുസമൂഹം എന്ത് മറുപടിയാണ് കൊടുക്കുന്നതെന്ന്. അതിന് പകരം അവൻ്റെ ചാനൽ ബൂസ്റ്റ് ചെയ്യാനും അവനെ പോയി വാങ്ങിക്കേറി നോക്കിയിരിക്കുന്ന മനുഷ്യരെയാണ് പറയാനുള്ളത്. വ്യക്തമായി പറഞ്ഞാൽ നിങ്ങളുടെ മന്ദബുദ്ധിത്തരത്തിന് ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്തരുത്. ഒരുത്തൻ നമ്മളെ ചതിക്കുന്നു എന്നും ഒരുത്തൻ നമ്മളെ പറ്റിക്കുന്നു എന്നും മനസ്സിലായിട്ട് പിന്നെ അവന് പണവും കൂടെ കൊടുത്ത് അവൻ്റെ ചതി ഏറ്റുവാങ്ങാൻ പോയ പെണ്ണുങ്ങളെ എന്ത് പറഞ്ഞാൽ തീരും? ചുമ്മാതിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇത്തരം ചാനലുകൾ കാണുന്നതോ പോരാതെ പൈസയും കൂടെ അയച്ചു കൊടുത്തിരിക്കുന്നു. ശുദ്ധ തെമ്മാടിത്തരമാണ് അയാൾ കാണിച്ചിട്ടുള്ളത്. അതായത് QR കോഡ് പബ്ലിഷ് ചെയ്തിട്ട് വിഷു കൈനീട്ട് ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിത്വമുള്ള ഒരു വ്യക്തി ചെയ്യുന്ന പരിപാടിയാണോ അത്? അവസ്ഥകൾ വരാം. കൈകാല സ്വാധീനമില്ലായ്മയോ വേറെ കുഴപ്പമൊന്നുമില്ല, രണ്ടിനും കൂടെ നല്ല തൊഴിലെടുത്ത് ജീവിച്ചുകൂടെ? ഇതും തൊഴിലാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അതെ. ക്രിയേറ്റീവായി എന്തെങ്കിലും ചെയ്താൽ അത് തൊഴിലെന്ന് തന്നെ ഞാൻ പറയും. എന്ത് ക്രിയേറ്റിവിറ്റി അവർ കാണിക്കുന്ന? ചോറും കറിയും വെക്കുന്നത് അതാണോ ക്രിയേറ്റിവിറ്റി? എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഉള്ളവരുണ്ട്. ഒന്നും ചെയ്യാൻ കഴിയാതെ വീട്ടമ്മമാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതിന് ഞാൻ ഇകഴ്ത്തി പറയുന്നതല്ല. പക്ഷേ അപ്പോഴും ഞാൻ പറയുന്നു, ഈ ആണൊരുത്തൻ ഇങ്ങനെ കവ നടന്ന പെണ്ണുമ്പിളെ അവിഹിതമാണെന്നും അവൾ അഴുക്ക പെണ്ണാണെന്നും ഒക്കെ പറഞ്ഞിട്ട് അതിനെപ്പറ്റിയൊക്കെ വീഡിയോ എടുത്തിടുകയും അത്തരത്തിൽ മോശമായ ഒരു ഇമ്പാക്റ്റ് സൊസൈറ്റിക്ക് കൊടുക്കുകയും കൂട്ടുകാർക്കൊപ്പം കുടിച്ച് അറുമാച്ച് നടക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു വൾഗറിസം സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ അതിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന പൊതുസമൂഹത്തിലുള്ള അവൻ്റെ സബ്സ്ക്രൈബറായ സാമൂഹ്യ വിരുദ്ധർ തന്നെയാണ് സത്യം. നിങ്ങളാണ് സാമൂഹ്യ വിരുദ്ധർ. കാരണം ഒരു വൃത്തികേടിനെ പ്രൊമോട്ട് ചെയ്യുന്ന നിങ്ങളാണ് കുറ്റക്കാർ. നിങ്ങളത് അർഹിക്കുന്ന രീതിയിലാണ് തന്നെയാണ് അവനത് ശരിയാക്കി തരുന്നത്. അനുഭവിച്ചു കൊള്ളുക എന്നതിനപ്പുറം ഇതിനകത്തൊന്നും പറയാനില്ല. ഏറ്റവും വൃത്തികെട്ട രീതിയിൽ അവനെ ഒഴിവാക്കി വിടുകയാണ് വേണ്ടത്. അവനും അവൻ്റെ ഒരു പരട്ട ചാനലും 24 മണിക്കൂർ ഇതുപോലുള്ള കുറേ തോന്നിവാസങ്ങളും അവനിങ്ങനെ ഏറി നിൽക്കണം. നെഗറ്റീവ് പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന ഒരു വൃത്തികെട്ടവൻ്റെ ഐഡിയ മാത്രമാണ് ആ കാണുന്നത്. അത് മനസ്സിലാക്കിയ സ്ഥിതിക്കെങ്കിൽ അവനെ ഒഴിവാക്കണമെന്ന് തോന്നാത്ത വീട്ടമ്മമാർക്ക് പണം നഷ്ടപ്പെടുത്തതിൽ ഒരു തർക്കവുമില്ല. പോട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത്രയ്ക്ക് പണം കിടന്നിട്ടായിരിക്കുമല്ലോ അയച്ചു കൊടുത്തത്. 500 രൂപയുടെ വാല്യൂ അറിയാനിട്ടൊന്നുമല്ല. 500 ആയാലും 1000 ആയാലും വിഷു കൈനീട്ടം കൊടുക്കാനുള്ളത് വീട്ടിലുള്ള കുഞ്ഞുങ്ങൾക്കാണ്, വീട്ടിലുള്ളവർക്കാണ്. പുറത്തേക്കുള്ളവർക്ക് കൊടുക്കാനൊന്നും നിങ്ങളുടെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരെങ്കിലും QR കോഡ് ഇട്ടാൽ നിങ്ങൾ കൊണ്ട് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കരഞ്ഞിട്ട് എന്ത് കാര്യം? അപ്പോൾ 2 അടി നിങ്ങൾക്ക് കിട്ടേണ്ടതുണ്ട്. അത് വീട്ടിലുള്ള ഗൃഹനാഥന്മാർ തരിക തന്നെ വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ എന്നോട് ഇങ്ങനൊരു ഇത് ചെയ്യാൻ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ സബ്ജക്റ്റിൽ എനിക്ക് ഈ വിഷയമേ എടുക്കാൻ താല്പര്യമില്ല. ഞാൻ ഏറ്റവും വെറുക്കുന്ന ഒരു യൂട്യൂബർ ആരെന്ന് വെച്ചാൽ അത് അവനാണ്. സമൂഹത്തിന് കൊടുക്കുന്ന ഏറ്റവും റോങ് മെസ്സേജും ഏറ്റവും വൾഗാരിറ്റിയും മാത്രം സ്പ്രെഡ് ചെയ്യുന്ന ഒരു വൃത്തികെട്ട സാധനം. അതിനപ്പുറം അവനൊരു മാർക്കേ കൊടുക്കേണ്ടതില്ല. ഒരു ചാനൽ തന്നെ അവനെ വിളിച്ചു വരുത്തി അവനെ കൃത്യമായി തൊലി ഉരിച്ച് മനുഷ്യരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പോലും വീണ്ടും അവനെ ട്രസ്റ്റ് ചെയ്ത് അവൻ്റെ പിറകെ പോകുന്ന മന്ദബുദ്ധികളോട് ഒന്നും പറയാനില്ല. അവർ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക അവഗണന തന്നെ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് കൊടുത്തത്. പക്ഷേ ഇത് ഒരു പൊതുസമൂഹം അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമായതുകൊണ്ട് പറയുന്നു, ദയവ് ചെയ്തിട്ട് ഇത്തരത്തിൽ എന്തെങ്കിലും തട്ടിപ്പുകൾ വന്നാൽ അത് കുറച്ചുകൂടെ വിജിലൻ്റായി ആലോചിച്ച് ഒരു തീരുമാനമെടുക്കുക. ഡബിൾ ആകുമെന്ന് പറഞ്ഞു പറഞ്ഞ് നമ്മുടെ കയ്യിരിക്കുന്ന പൈസ കൊടുക്കരുത്. അതൊന്നും തിരിച്ചു കിട്ടത്തില്ല. ഒരു
അനുഭവം നിങ്ങൾക്ക് വന്ന സ്ഥിതിക്ക് ഇനി മേൽക്കൊണ്ട് നിങ്ങൾ ഇതുപോലുള്ള ഒരു അനുഭവത്തിലേക്ക് പോയി വീഴാതിരിക്കാൻ ഇത് ഉപകരിക്കും എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ പോയ പൈസ പോട്ടെ. അത്ര പൈസ പോയെങ്കിൽ അത്ര ബുദ്ധി നിങ്ങളുടെ തലയിൽ കയറിയിട്ടില്ലേ? നിങ്ങൾ അത്രയും കാശ് കൊടുത്ത് കുറച്ച് ബുദ്ധി വാങ്ങിച്ചു എന്ന് തന്നെ അങ്ങോട്ട് വിചാരിക്കുക. അതിനപ്പുറം ഒന്നുമില്ല. പക്ഷേ ഇത് ആ മല്ലു എന്ന് പറയുന്ന ആ കഴുത കാണുന്നുണ്ടെങ്കിൽ, കഴുതെ ജോലി ചെയ്ത് ജീവിക്കുന്നതിൽ വലിയ അഭിമാനമാണ്. മനസ്സിലായോ? ജോലി ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ ആത്യന്തികമായി ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. നീ തൊഴിലെടുക്കത്തില്ല, പക്ഷെ ആളുകളെ വലിപ്പിക്കാനും കൂടെ നിൽക്കല്ലേടാ. ഇത് എന്താ പറയുന്നത്? ചുണകേടാണ്. പൊതുസമൂഹത്തിലുള്ള മറ്റുള്ള, അതായത് ആപ്റ്റായിട്ടുള്ള ഒരുത്തൻ ആ നാട്ടിലെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലൊരു തൊട്ടിത്തരത്തിന് സപ്പോർട്ടീവായി നിൽക്കത്തില്ല. വീട്ടിൽ കയറി 2 പൊട്ടിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ നാട്ടുകാരുടെ പണം തന്ന് നീ ജീവിക്കുന്നുണ്ടല്ലോ, നിന്റെ കുഞ്ഞുങ്ങൾക്ക്, നിന്റെ കുടുംബത്തിന്, നിന്റെ തായ് വഴിക്ക് ഒക്കെ തന്നെ അപമാനമാണ് നീ. യൂട്യൂബർ എന്ന നിലയിൽ യൂട്യൂബേഴ്സിനും അപമാനമാണ് നീ എന്ന് മാത്രം പറയുന്നു. താങ്ക് യു സോ മച്ച്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ, ലൈക്ക്, സബ്സ്ക്രൈബ്. നിങ്ങളുടെ കമൻസ് അത് വളരെ ജെന്യുവൻ ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. തെറിയാണെങ്കിൽ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. ദ റെസ്റ്റ് അപ് ടു യു. താങ്ക് യു സോ മച്ച്.